മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയിലെ ഒരു ഇറച്ചിക്കടയുണ്ട്. അന്നത്തെ ഒരു ബീഫ് സ്റ്റാൾ, ഇറച്ചിക്കട. ഇവിടെ കല്ലേ ഇറച്ചിക്കടക്കല്ലോടെ നമ്മൾ പറയും ഇറച്ചി കച്ചവടക്കാരൊന്നും തീരെ പേരാറില്ല, അതുപോലെ നഷ്ടം വന്ന് പേരും ആധാരം പട്ടയൊക്കെ വിറ്റിട്ടാ പിന്നെ അവസാനം അങ്ങനെ മരിക്കലാണ്, ഒരു വർക്കത്തുണ്ടാവാറില്ല. ഞാനിടെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, ആ മിണ്ടാപ്രാണികളോട് ഒരു കരുണല്ലാതെ അറക്കനുണ്ടാവും ചിലപ്പോ. വിസ്മി ചൊല്ലാതെ ആ മൃഗങ്ങളെ കടത്തേണ്ട രീതിയിൽ കടത്താതെ അങ്ങോട്ട് അറുത്തെടുക്കുന്നുണ്ടാവും. ആ മൃഗങ്ങളുടെയൊക്കെ ശാപായിരിക്കും. ചിലർ പറയില്ലേ മീൻ കച്ചവടക്കാർക്ക് ഭയങ്കര മെച്ചാണ്, അറുപേരൊക്കെ പൊളിയലാണ്. മീൻ കച്ചവടക്കാർക്ക് അർക്കൊന്നും വേണ്ടല്ലോ, ഏറ്റങ്ങളോട് കരുണാലേശമില്ലാതെ പെരുമാറേണ്ട അവസ്ഥ വരുന്നില്ലല്ലോ. മത്സ്യല്ലേ, കടൽ നിന്ന് വരല്ലേ. പക്ഷെ ഈ മിണ്ടാപ്രാണികളോട് വല്ലാണ്ട് ക്രൂരമായി പെരുമാറുന്നുണ്ടാവും. നമുക്കറിയില്ല, രാത്രി 3 മണി 2 മണിക്കൊക്കെ അറിവ് നടക്കുന്നത്. എന്താ സംഭവിക്കണം അല്ലാഹു അലം. അവരോട് റഹ്മത്ത് കാണിക്കണം. നബി തങ്ങൾ പറഞ്ഞു റഹ്മത്ത് കാണിക്കണം. ഒരു മൃഗത്തെ അറുത്തിട്ട് ഒരാളുണ്ട് കത്തി ഇങ്ങനെ വന്ന് മൂർച്ച കൂട്ടുന്നു. തങ്ങൾ ചോദിച്ചു, ആ മൃഗത്തെ നീ 2 തവണ കൊല്ലുകയാണോ? നിങ്ങൾ ആരെങ്കിലും അറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാള് അതിന്റെ കത്തി ശരിക്ക് മൂർച്ച കൂട്ടി ആ മൃഗം പോലും അറിയാതെയാണ് അറുക്കേണ്ടത്. നമ്മുടെ അറിവുകാരെന്നറിയാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ ആ വിഷയം സൂചിപ്പിക്കുകയാണ്. മദീനയിലുണ്ട് ഒരു ഇറച്ചിക്കടയുണ്ട്. ഉമ്മത്തിന്റെ അമീറായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഇറച്ചിക്കടയുണ്ട്. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റേതാണത്. ഉമർ തങ്ങളെ കണ്ടപ്പോ വഴിയിൽ നിന്ന് ഓടാതെ പോയൊരു കുട്ടിയില്ലായിരുന്നോ? ആ കുട്ടിന്റെ വാപ്പാന്റെ. ആ കുട്ടി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നു അവ്വാം. ഈ ഇറച്ചിക്കട സുബൈർ ഇബ്നു അവ്വാം എന്ന ആ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയുടേതാണ്. അങ്ങനെ വകാനത്തിൽ വഹീദതു ബിൽ മദീന, വകാനത്തിൽ വഹീദത ബിൽ മദീന. മദീനയിൽ ആകെയുള്ള ഇറച്ചിക്കട ഒന്നേ ഒന്ന് മാത്രമായിരുന്നു. ഒരൊറ്റ ഇറച്ചിക്കട ഉണ്ടായിട്ടുള്ളൂ. അതാരുടേതാ? സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റേത്. ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ നല്ല ശ്രദ്ധയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഇറച്ചിക്കടകളിൽ വരാറുണ്ടായിരുന്നു. ഇറച്ചിക്കടയിൽ വരാറുണ്ടായിരുന്നു ഉമർ തങ്ങൾ. ഇടക്കൊടക്ക വരും, അവിടെ വടി പിടിച്ചിട്ട് നിൽക്കും. എന്തിനാന്നറിയോ? 2 ദിവസം ഇന്നലെ ഇറച്ചി വാങ്ങിപ്പോയ ഒരാൾ പിറ്റേ ദിവസവും ഇറച്ചി വാങ്ങുന്നത് കണ്ടാൽ അലാഹു ബിദ്ദിറ, ഉമർ തങ്ങളുടെ ചാട്ടവാറ് കൊണ്ട് ബഹുമാനപ്പെട്ടവർ അടിക്കാൻ നിൽക്കും. പോടോ എന്ന് പറയും. അലാ തവൈത ബതുനക ലിജാരിക വബിനി അമ്മിക. 2 ദിവസം ഇറച്ചി തിന്നുകയാണോ? 1 ദിവസം പോരെ. ഇന്ന് നിന്റെ അയൽക്കാരൻ വാങ്ങട്ടെ. ഇന്നലെ വാങ്ങിച്ചു നിന്ന് നീ ഇന്നും മാംസം കഴിക്കുകയാണോ എന്ന് പറഞ്ഞ് മഹാനവറുകൾ 2 ദിവസം ഇറച്ചി തിന്നാൻ വിട്ടിരുന്നില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേന്നറിയോ? സുഖം കൂടുമ്പോ ഈ സമൂഹത്തിന് ആലസ്യമുണ്ടാകും, മടിവരും. ആലസ്യത്തിൽ നിന്ന് കർമ്മഗോതയിലേക്കെന്ന നമ്മുടെ വിഷയം. ഭക്ഷണം കൂടുമ്പോൾ മടിവരും, സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകുമ്പോൾ മടിവരും. നാടുകളിൽ കല്യാണങ്ങളും സൽക്കാരങ്ങളും നടന്നിട്ട് സ്വന്തം പറയുന്നൊരു മാസമായിട്ട് തിന്നാത്തവരുണ്ടെന്നാ കേട്ടത്. എന്നും കല്യാണ സൽക്കാരത്തിനാ പോകൽ. ഡെയിലി ബിരിയാണി ഒന്നും മടുക്കണില്ലേക്കും. അല്ലാഹു അലം. ചൂടുകാലമായതുകൊണ്ട് കുറച്ച് പോളിയും കുറവാന്നാ കേട്ടത് അല്ലേ? മഴക്കാലത്തൊക്കെയാണ് കല്യാണം പൊളിയലാണ്. 4-5 ചെറുപ്പക്കാരങ്ങ് വന്ന് ഇരുന്ന് തിന്ന, എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഏമ്പക്കെട്ടിട്ട് ഇറങ്ങിപ്പോവുക, പല്ല് കുത്തിയിട്ട് പോരാ. ഇത് ഫ്രീ ആയിട്ട് തിന്നതേ മറ്റൊരിടത്തർ പോരാ. 2 ദിവസം തുടർച്ചയായി മാംസം വാങ്ങിക്കുമ്പോഴാണ് അടിക്കാൻ നിന്നുകൊണ്ട് ഉമർ തങ്ങൾ പറയും, പോടോ, ഈ രീതിയിൽ നിനക്ക് ജീവിക്കേണ്ടതുണ്ടോ? നീ മടിവരുന്ന ആളായി പോയേക്കും, നിന്റെ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവനായി പോയേക്കും. അതുകൊണ്ട് 2 ദിവസം തുടർച്ചയായി മാംസം തിന്നരുത് എന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ച ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഡെയിലി ഇറച്ചി വാങ്ങണ്ട, ഓൾട്ടർനേറ്റീവായിട്ടൊക്കെ മതി, മിനിമം മാക്സിമം. ഇന്നലില്ലഹ്മി ലദറാവതൻ കദറാവതിൽ ഖംർ. ഉമർ തങ്ങൾ പറയുമായിരുന്നു, മദ്യത്തിന് ആസക്തി ഉണ്ടാകുന്ന പോലെ മാംസത്തിന് ആസക്തിയുണ്ട്. അതുകൊണ്ട് മാംസം വല്ലാതെ നിങ്ങൾ തിന്നു തീർക്കണ്ട എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിൽ കാണാൻ കഴിയും. വല്ലാണ്ട് ബീഫ് അടിക്കണ്ട, വല്ലാണ്ട് മട്ടൻ അടിക്കണ്ട, വല്ലാണ്ട് ചിക്കൻ അടിക്കണ്ട. എന്തേ? ഇതിനൊക്കെ ഒരു തരം ലഹരി വരാനുണ്ട്. കിട്ടിയില്ലെങ്കിൽ അത് തന്നെ വേണമെന്ന് വാശി വരും. ചെറിയ മക്കളൊക്കെ അല്ലേ, മീൻ കൊടുത്താൽ പറ്റൂല, ചിക്കൻ തന്നെ വേണമെന്ന് ചില കുട്ടികളുണ്ടാവും. എന്തേന്നറിയോ? ഇത് കൊടുത്തു കുട്ടിക്ക് ശീലായി പോയി.
ഇതിനൊരു തരം ലഹരിയുണ്ട്, മാംസത്തിന് ലഹരിയുണ്ട്, മദ്യത്തിന് ലഹരിയുള്ള പോലെ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കണേ എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹു 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ച പാഠത്തിന് 21ാം നൂറ്റാണ്ടിൽ പ്രസക്തിയില്ലേ മുഅ്മിനേ? ഇല്ലേ? നമുക്കത് ബാധകമല്ലയോ? മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് യാചിച്ചു വരുന്നു ഒരു യാചകൻ. യാചിച്ചു വരുന്നു. നോക്കുമ്പോ അയാളുടെ ബാക്ക് പാക്കിൽ, അയാളുടെ ബാഗിൽ ഒരുപാട് ഭക്ഷണമുണ്ട്, കുറെ കാരയ്ക്ക് മുന്തിരി ഒക്കെ ഉണ്ട്. എന്നാലും യാചിച്ചു വരിക. അങ്ങനെ ഉണ്ടാവും ചില ട്രെയിനിലൊക്കെ യാചിക്കുന്ന ഭയങ്കര മുതലാളിമാരുണ്ട്. ഞാൻ ഒരാളെ കണ്ടു, ഇങ്ങനെ യാചിച്ചു വരുന്നു. അപ്പൊ കൂടുള്ള ആള് പറഞ്ഞു, മൂപ്പര് കോഴിക്കോട് ജില്ലയിൽ സ്ഥലം പറഞ്ഞു, അവിടെ ഉള്ള ആളാണ്, 4 വണ്ടി ഉണ്ട് മൂപ്പര്, എന്നാലും നിർത്തിയിട്ടില്ല പരിപാടി. ഇങ്ങനെ ചോദിച്ചു നടക്കാണ് പരശുരാം എക്സ്പ്രസ്സിൽ. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ യാചകം ഭയങ്കര മില്യനേഴ്സ്. നമുക്കറിയാലോ, യാചകന്മാരാണല്ലോ വട്ടി കൊടുക്കുന്നത്. യാചിച്ചു കൊണ്ടുവരുന്ന പൈസയാണ് വട്ടിപ്പലിശ കൊടുക്കുന്നത്. എന്തതിനർത്ഥം? ഇഷ്ടംപോലെ പൈസ ഉണ്ട്, വെറുതെ തരികയാണെങ്കിൽ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ച് വാങ്ങി നടക്കുകയാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഏതെങ്കിലും ഒരു യുവാവിനെ കണ്ടാൽ, അലക ശുഗ്ലു, നിനക്ക് ജോലിയുണ്ടോ? എന്താ ജോലി എന്ന് ചോദിക്കും. ജോലിയൊന്നുമില്ല, ഞാൻ വാപ്പ തരുന്ന പൈസ എടുത്തിട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരനെ മൈൻഡ് ചെയ്യില്ലായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ, നിനക്ക് പണിയൊന്നുമില്ലടോ, വെറുതെ നടക്കാണോ? നമുക്കറിയാം, വെറുതെ നടക്കുന്ന ചെറുപ്പക്കാരായി നമുക്ക് നാട്ടുകാർക്ക് പണി തരിക. വെറുതെ നടക്കുന്ന ചെറുപ്പക്കാര് നാട്ടുകാർക്കും മഹല്ല് കമ്മിറ്റിക്കാർക്കും പെരക്കാർക്കും ഒക്കെ പണി തരും. അതുപോലെ പണിക്ക് പറഞ്ഞയച്ചോളി, ഇല്ലെങ്കിൽ ഒരു ഇങ്ങോട്ട് പണി തരും. മഹാനായ ഉമർ തങ്ങൾ യാചകന്റെ ബാഗിൽ ഒരുപാട് ഭക്ഷണം കണ്ടപ്പോഴാണ്, ആ മനുഷ്യൻ എന്നിട്ടും യാചിക്കാൻ വന്നപ്പോഴാണ്, ആ ബാഗ് എടുത്തിട്ട് നിന്റെ സർവ്വ ഭക്ഷണവും ഒട്ടകത്തിന് വിതറിക്കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നീ യാചിച്ചോ, ഇനി നിനക്ക് യാചിക്കാൻ അവകാശമുണ്ടായേക്കും. നിന്റെ കയ്യിൽ ഭക്ഷണം കൊണ്ട് നടന്നിട്ട് നീ യാചിക്കുകയാണോ എന്ന് യാചകന്മാരോട് പോലും പണിയെടുക്കാനും അധ്വാനിക്കാനും പഠിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിന്റെ 4 തുറകളിൽ ജീവിക്കുന്ന ആളുകളും കാര്യബോധമുള്ള ആളുകളായി ജീവിക്കണേ, ഉത്തരവാദിത്വ ബോധമുള്ളവരായി ജീവിക്കണേ എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. ഇതൊക്കെ ദീനാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ ശരീഅത്താണ്. നമ്മൾ വിചാരിക്കും ഓരോ നിസ്കരിക്കലും നോമ്പൊൽക്കലും ഉംറക്കോലും കഴിഞ്ഞു. ഇസ്ലാം ഇതൊക്കെ ഇസ്ലാമാണ്. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും അള്ളാഹുവിന്റെ ദീനി ചൂഴ്ന്നു നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത നേരത്ത് മഹാനവറുകൾ ചെയ്തൊരു പ്രഭാഷണമുണ്ട്. എന്റെ യുവാക്കളൊക്കെ ചെവി തുറന്ന് കേൾക്കണമേ. ചെവി തുറന്ന് കേൾക്കണം. ചെവി തുറന്നിട്ട് തന്നെയുള്ളതെന്ന് ശ്രദ്ധിക്കണം എന്നതിനർത്ഥം അല്ലെ. എന്താണ് ആ പ്രഭാഷണം എന്നറിയോ? അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇയ്യാകും വൽ ബത്വനതാനി ത്വാം, നിങ്ങളാരും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതേ. തങ്ങൾ പറയാ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതേ, വയറ് നിറച്ച് കഴിക്കരുത്. ഡോക്ടർമാരും പറയത്, ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ ശരിക്കും കേൾക്കും. ഉസ്താദ്മാർ പറഞ്ഞ വലിയൊരു വെറുതെ പറയാണ്. ഇയ്യാകും വൽ ബത്വനതാനി ത്വാം, വയറ് നിറച്ച് തിന്നുന്ന ശീലം നിങ്ങൾക്കുണ്ടാവരുതേ. ജനങ്ങളെ, വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന കല്യാണ മണ്ഡപങ്ങൾ റോഡ് സൈഡിൽ കാണുമ്പോ ഒരു ഉളുപ്പുമില്ലാതെ കയറി ചെല്ലുന്ന ചെറുപ്പക്കാർ ചെവി തുറന്ന് കേട്ടോ, ഇയ്യാകും വൽ ബത്വനതാനി ത്വാം. അങ്ങനെ വിളിക്കാത്തവൻ കയറി വന്ന് വാതിൽക്കെന്ന് എവിടുന്നാടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഏതോ ഒരു പഴയ ബന്ധം ഉണ്ടായിട്ട് ആ ബന്ധക്കാരൻ പറയാം, എടാ കല്യാണം മുടങ്ങും, അവിടെ ആ പെൺകുട്ടിന്റെ തൊലാക്കാവും. നമ്മൾ കുടുംബക്കാരൊക്കെ തടഞ്ഞു വെച്ചു, ഇവിടെ ഇവനെ വിളിച്ചിട്ടില്ല, കുടുംബക്കാർക്ക് ഓർമ്മയില്ല, ബന്ധോ പണ്ടെന്തോ കരക്കാരത്തിന് ആരുടെയോ കൂടെ വന്നൊരു കഥക്കാരൻ പറയാ. അതുകൊണ്ട് ആരും മിണ്ടൂല, പോയിക്കോട്ടെ എന്ന് പറയും. ചോറല്ലേ, ആരല്ല. പക്ഷേ വിളിക്കാത്ത ചോറുന്നാൻ പാടുണ്ടോ? ഹറാമല്ലേ അത്? ബൈക്കൊക്കെ നിർത്തി അന്തസ്സിൽ ടിപ്പിൽ ടൈയെ കെട്ടിട്ടാ പോണതേ. അപ്പൊ ആരും തടഞ്ഞു നിർത്തൂലല്ലോ, വളർച്ച തിന്നു പോരാ. ഹോട്ടലിനാണെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. റോഡ് സൈഡില് മണ്ഡപമുള്ള കല്യാണത്തിന് ആൾക്കാരൊക്കെ പേടിക്കല, റബ്ബേന്ന് കല്യാണം പൊളിയോ. ഏതെങ്കിലും 4-5 ചെറുപ്പക്കാര് ബൈക്കേറ്റ്, ബൈക്കുമ്പോ 3 ആളപ്പ പോണത്. പണ്ടൊക്കെ 2 ആളെ കണ്ടാൽ മതിയായിരുന്നു, 3 ആളല്ലേ എപ്പോ വരുന്നത്. ഇവരൊക്കെ വന്നിട്ട് കല്യാണം പൊളിച്ചോ, പുതിയാപ്പണ്ട ആൾക്കാർ ചോറ് തികയാതെയായി പോവോ? ഇതൊക്കെ അല്ലേ മുഅ്മിനീങ്ങൾ, ഇതൊക്കെ വിഷയം തന്നെയല്ലേ. എത്ര കല്യാണങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. വിളിക്കാത്തൊരു കാര്യം വരെ വിളിച്ചു വരുന്നവർ തന്നെ ഇയ്യാകും വൽ ബത്വനതാനി ത്വാം, ഭക്ഷണത്തിന് വിളിക്കപ്പെട്ട ആളുകളും ക്ഷണിക്കപ്പെട്ട ആളുകളാണെങ്കിൽ തന്നെയും വയറ് നിറച്ച് തിന്നരുതേ എന്ന് ലോകത്തിന് മാതൃക കാണിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആരംഭ പ്രഭാഷണങ്ങളിൽ കാണാൻ കഴിയും.
فإنها مكسلة عن الصلاة. കാരണം നിസ്കരിക്കാൻ ആലസ്യം വരും, മടി വരും. അതുകൊണ്ട് നിസ്കരിക്കാൻ മടി വരും. വയറ് നിറഞ്ഞാൽ നോമ്പുറക്കുമ്പോഴൊക്കെ ഇങ്ങനെ വയറ് നിറയുമ്പോൾ എട്ടിലോടുത്ത് തെരഞ്ഞെടുക്കണത് മുപ്പര് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളല്ലാത്തോണ്ടല്ല, എട്ടാകുമ്പോ ഒരു സൗകര്യം. അപ്പൊ മുപ്പര് കുറെ കാര്യം പറയും. അവിടെ എന്തോ ഒരു ഓത്താന്ന് പറയും. നിങ്ങൾ 20 കുലുവല്ലാഹ് കൂതിട്ട് വല്ല കാര്യമുണ്ടോ? 20 റക്അത്തിന്റെ കൂലി ഇന്നാലും കിട്ടുമല്ലോ. അപ്പൊ ഈ സാധു അങ്ങനെ പറയാ, ഒന്നുമല്ല. തറാവിസ്കരിക്കാൻ ഞാൻ നാട്ടുകാർ കളിയാക്കൂലേ, അതുകൊണ്ട് നമുക്ക് കുമ്പിടാനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ട്, അതുകൊണ്ട് 8ക്ക് പോവാ. കുറെ ആളുകളൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അള്ളാഹു ആലം. ആയിഷ ബീവിന്റെ ഹദീസിനെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് പോണവരുണ്ടോ? 4 ഇമാമിയങ്ങളും മദ്ഹബിന്റെ 4 ഇമാമിയങ്ങളും മനസ്സിലാക്കാത്തതൊക്കെ ഒരു ഹദീസ് കൊണ്ട് മനസ്സിലാക്കിയിട്ട് 8 മതി എന്ന് പറയണല്ലോ. അപ്പത്തെ കാലത്ത് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ 20 എന്ന് പറയാം. ഒരു ഹദീസ് പിടിച്ചിട്ട് കുറച്ച് ആൾക്കാർ പറയാം എന്തത് 8 ഉള്ളൂ. കാരണം മക്കത്ത് മദീനത്തൊന്നും പറയില്ല, അവിടെ 20 ഉണ്ടേ. ബഹ്റൈനിലും ഖത്തറിലൊക്കെ 8 ഉള്ളൂ, ചില പള്ളിയിലൊക്കെ എന്നാണ് പറയാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ വയറ് നിറയുമ്പം മടി വരും, മക്സല. അപ്പൊ പിന്നെ 8 ഇനിയിപ്പോ 2 തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ആൾക്കാരുണ്ടാവും. 2 ധാരാളല്ല, അൽബക്കറാണ് ഓതിയാ പോരെ. ആ 20ന്റെ നീളല്ല 2 ആണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? മനുഷ്യന്മാർ പല കോലല്ലേ. ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാൻ ഈ മൂല്യരപ്പ മൂപ്പര് എന്തെന്നാലും ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു. വേറാവി എന്നെ വേണ്ടക്കളെന്ന് പറഞ്ഞാൽ. അപ്പോ ഉമർ തങ്ങൾ പറയാം, വയറ് നിറഞ്ഞാലേ വല്ലാത്ത മടി വരും, അതുകൊണ്ട് വയറ് നിറക്കില്ലേ. ഉമർ തങ്ങൾ പറയാം, മക്സലത്തുൻ അനിസ്സലാഹ് മുഫ്സിദത്തുൻ ലിൽ ജിസ്മ. ശരീരത്തെ കേടുവരുത്തുന്നതാണ് ഭക്ഷണം. വയറ് നിറച്ച് കഴിക്കുന്നത് ശരീരത്തെ കേടുവരുത്തും. അപ്പോഴാണ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ വരിക. യൂറിക് ആസിഡിന്റെ കുഴപ്പമെന്നൊക്കെ പറയില്ല നമ്മള്. മുഫ്സിദത്തുൻ ലിൽ ജിസ്മ. ഒരു ഡോക്ടർ പറഞ്ഞു തരുന്ന പോലെ ഉമ്മത്തിന്റെ കൽബിനെ ചികിത്സിക്കുമായിരുന്ന ഫാറൂഖ് തങ്ങളായി പറയുന്നത്, നിങ്ങളുടെ നിസ്കാരത്തിന് ആലസ്യം വരും, അതുകൊണ്ട് വയറ് നിറച്ച് തിന്നല്ലിൻ. മുഫ്സിദത്തുൽ ലിൽ ജിസ്മി, ശരീരത്തെ കേടുവരുത്തുന്നതാണത്. ഇങ്ങനെയൊക്കെ വേണം പറഞ്ഞപ്പോ നാളെ പോയിട്ട് വളർച്ച ബിരിയാണി ഇന്നാലും തിന്നോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി ഞാൻ പറയണില്ല. മൂലർക്ക് ഇപ്പൊ എന്തായാലും കുറച്ച് പറയണ്ടേ, മുമ്പ് പറഞ്ഞോട്ടെ, നമുക്ക് വളർച്ച തിന്ന. അങ്ങനെ തോന്നുന്നുണ്ടോ? ഭക്ഷണത്തിന്റെ ആഗ്രഹം ഉണ്ടായിരിക്കെ എഴുന്നേൽക്കണം എന്നാണ്. ഒരു പുടിയും കൂടെ തിന്നാനൊക്കെ തോന്നുന്നുണ്ട്, വേണ്ട അവിടെ ഒന്നോട്ടെ എന്ന് വിചാരിച്ച് എഴുന്നേൽക്കണം എന്നാ. ഭക്ഷണത്തോട് ആർത്തിയിൽ നമ്മൾ തുടങ്ങുന്ന പോലെ നിർത്തുമ്പോഴും കുറച്ചും കൂടെ കഴിക്കായിരുന്നു തോന്നുന്ന നേരത്ത് നിർത്തണം എന്നാണ്. വയറ് നിറക്കാൻ നിൽക്കരുത്, ആഗ്രഹം തീർക്കരുത്. ഇങ്ങനെയാണ് അത്തിബ്ബാ പറയാ, ഡോക്ടർമാരും ഹക്കീമുകളൊക്കെ പറയാ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന, വയറ് നിറച്ച് തിന്നുന്ന തടിയന്മാരായ പണ്ഡിതന്മാരെ പോലും അള്ളാഹുവിന് വെറുപ്പാണത്രേ. നിങ്ങൾ പറയാം വയറിറച്ച് തിന്നരുത്. മൂല്യന്മാരെ എമ്പ കിട്ടു പോണ്ടെന്നതിന്റെ അർത്ഥം. ചില കൂടിയാന്ന് വിചാരിച്ചിട്ട് റാഹത്തിൽ കയ്യും കൈയിട്ടിരിക്കുക. പുരക്കാർക്ക് ഇപ്പൊ ഇത് മാസത്തിലൊരിക്കലല്ലേ ഉള്ളൂ, ഉസ്താന് ഡെയിലി തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഉസ്താന്മാര് കരുതുക, പുരക്കാരിപ്പോ സൽക്കരിക്കുമ്പോ തിന്നോളി തിന്നോളി എന്നൊക്കെ പറഞ്ഞു വരും. കരുതി ഭക്ഷണം കഴിക്കുക. ആട്ടിപ്പാത്രമൊക്കെ വരുമ്പോഴേ കൊതിച്ചു പോലെ റബ്ബെ ആട്ടിപ്പാത്രത്തിന് അടിയത്തെ 2 കഷ്ണം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ കൊണ്ടുപോകണം. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോ ഉസ്താദ് ബാക്കിയാക്കണില്ല. അപ്പൊ അങ്ങനത്തെ ഉസ്താദ്മാരാവരുത്. അതൊക്കെയാണ് ഇതിലുള്ളത്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരും ഇവിടെ ഒരു ഉസ്താദ് അങ്ങനെ ആയിട്ടല്ല, ഏതെങ്കിലും നാട്ടിലുണ്ടാവും, അതുകൊണ്ട് പറയാണ്. ഇന്നല്ലാഹ ലയുബ്ഗിദുൽ ഹബ്റസ്സമീൻ. വയറ് നിറച്ച് തിന്നുന്ന തടിയന്മാരായ പണ്ഡിതന്മാരെ പോലും അള്ളാഹുവിന് വെറുപ്പാണെന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വലാകിൻ അലൈക്കും ബിൽ ഖസ്ത് ഫീ ഖൂതികും. നിങ്ങളുടെ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കണേ, നിങ്ങൾ മിതത്വം പാലിക്കണം. സൽക്കാരങ്ങളാണെന്ന് പറഞ്ഞ്, ശ്രദ്ധയാണെന്ന് പറഞ്ഞ് പുതിയാപ്പിളയുടെ വീട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടി ഒരുപാട് ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കി വേസ്റ്റാക്കി കളയല്ലേ. നമ്മളാകെ അതിനെ മനുഷ്യന്മാർക്ക് തിന്നാനല്ല. ഓല് വരുമ്പോ ഇപ്പൊ എന്താ വിചാരിക്കുക, നമ്മൾ വലിയ ഉഷാറാക്കണ്ടേ, അതുകൊണ്ട് 5-8 ഐറ്റം ആയിക്കോട്ടെ. ഈ 5-8 ഐറ്റം പോയിട്ട് 2 തിന്നാൻ കഴിയുമോ? ഇയ്യാകും വൽ ഖസ്ദ ഫീ ഖൂതികും. സൽക്കാരങ്ങളും കല്യാണങ്ങളും വെക്കുന്ന ആളുകളാണ് നമ്മുടെ വീടുകളൊക്കെ കടന്നു വരുമല്ലോ. നമ്മളാരും ഞെട്ടിക്കണ്ട പറയാറുണ്ട്. ആരും ഞെട്ടൂല, പിന്നെ എന്തിനാ വെറുതെ ഞെട്ടിക്കണേ? ആരും ഞെട്ടൂല ഇപ്പോഴത്തെ കാലത്ത്. നിങ്ങൾ ഇനി ഭയങ്കര ഒരു റോൾസ് റോയ്സ് എടുത്തിട്ടുണ്ട് ഈ റോട്ടിൽ കൂടെ അങ്ങ് പോയി എന്ന് വിചാരിക്കുക. ലോകത്ത് വലിയ വിലയുള്ള കാർപ്പ് അതാണല്ലോ. അത് വെറുതെ കൊടുത്താക്കാരെങ്കിലും വാടക എടുത്ത് പോവായിരിക്കും, അങ്ങനെ പറയാം. എന്തിനാ വെറുതെ ഞെട്ടിക്കണേ?
ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് അങ്ങോട്ട് വിലസാണ്. ഓല് വരെ വല്ല ലോൺ എടുത്ത് പോന്നിട്ടുണ്ടാവും, കല്യാണം പിടിച്ചാൻ വേണ്ടിയിട്ട് സാധുഞ്ഞ് പോയിട്ട് കടം പൂട്ടേണ്ടി വരും. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയും. പിന്നെ എന്തിനാ വെറുതെ ഞെട്ടിക്കണം? ആരും ഞെട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ആരും ഞെട്ടിക്കണ്ട. പണ്ട് ഞെട്ടീന്. ഇപ്പൊ ഇടയ്ക്കിടെ ഗൾഫ് കാണാത്ത പോലെ ആരുമില്ല. ഉമ്രക്കെങ്കിലും പോകുമ്പോൾ കാണുന്നുണ്ട്, എന്താ ഇപ്പൊ ജിദ്ദയിലെ ഷറഫിയാന്നൊക്കെ, എങ്ങനെയാ നമ്മളെ കുട്ടികളവിടെ പോയിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. ഇവനപ്പൊ നാട്ടിൽ വന്ന് വരച്ചുന്നതിലേ എന്ന് മനസ്സിലെങ്കിലും പറയുണ്ടാവും നമ്മളെ വല്യമാര് വരെ. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ആർഭാടങ്ങൾ ചെയ്യണ്ട. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.